പിണറായിസത്തിനെതിരെ പോരാടുകയാണെന്ന് പ്രഖ്യാപിച്ച് DMKക്ക് രൂപം നൽകി ചേലക്കരയിൽ മത്സരത്തിനിറങ്ങിയ PV അൻവറിന് കനത്ത തിരിച്ചടി. KPCC സെക്രട്ടറി NK സുധീറിനെ അടർത്തിയെടുത്ത് മത്സരിപ്പിച്ച അൻവർ 20,000-ൽ കൂടുതൽ വോട്ടുകൾ നേടുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചത്. 1000 വീട്, വിവാഹ ധനസഹായം, ചികിത്സാ സഹായം, ചെറുപ്പക്കാർക്ക് കളിക്കാൻ ഗ്രൗണ്ടടക്കം മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു അൻവർ ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയത്. മണ്ഡലത്തിലുടനീളം പ്രചരണ വാഹനങ്ങളും ഓടിയിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ നെക്സസ് ആണെന്നും പിണറായിസത്തിനെതിരായുള്ള പോരാട്ടമാണ് തൻ്റേതെന്നുമാണ് അൻവർ പ്രഖ്യാപിച്ചിരുന്നത്. മുൻപ് ആലത്തൂരിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ NK സുധീറിനെ കിട്ടിയിട്ടും 5000 വോട്ട് പോലും സ്വന്തമാക്കാൻ കഴിയാത്തതാണ് അൻവറിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ചേലക്കരയിൽ പ്രചരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ വാപ്പോയ കോടാലി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രിയെ തലപോയ തെങ്ങിനോടാണ് അൻവർ ഉപമിച്ചത്. മാധ്യമപ്രവർത്തകരെ മാപ്രകളെന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന അൻവർ മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്നത്. പിണറായിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചെങ്കിലും UDF പിന്തുണ അൻവറിന് ലഭിച്ചിരുന്നില്ല. കോൺഗ്രസിലായിരുന്നപ്പോൾ K സുധാകരന്റെ 4ാം ഗ്രൂപ്പിലായിരുന്നു അൻവർ. പണം ഞങ്ങൾ തരും. പഴയ ഗ്രൂപ്പ് ബന്ധം വെച്ച് അൻവറിനെ UDFിലെടുക്കണമെന്ന ആവശ്യം K സുധാകരനാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ MM ഹസനും അടക്കമുള്ളവർ ഇതിനെ എതിർക്കുകയായിരുന്നു. രാഹുലിൻ്റെ DNA പരിശോധിക്കണമെന്ന അൻവറിൻ്റെ വിവാദ പ്രസ്താവനകളടക്കമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പിന് പിന്നിൽ. പിന്നീട് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി അൻവർ രംഗത്തെത്തി. കോൺഗ്രസുമായി ചർച്ചയ്ക്കിടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് പിൻവലിക്കണമെന്ന ആവശ്യം അൻവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തമാശ പറയരുതെന്ന് പറഞ്ഞ് അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പാലക്കാട്ടും ചേലക്കരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അൻവർ പ്രചരണം നടത്തി. പാലക്കാട്ട് അൻവറിൻ്റെ DMK നടത്തിയ റാലിയിൽ സിനിമാ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളെ ഏജന്റുമാർ കൂട്ടത്തോടെ എത്തിച്ചതും വാർത്തയായിരുന്നു. പാലക്കാട്ട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകിയും ചേലക്കരയിൽ NK സുധീറിനെ മത്സരിപ്പിച്ചും രാഷ്ട്രീയ തന്ത്രമായിരുന്നു അൻവർ പയറ്റിയത്. UDF പ്രവേശനത്തിനുള്ള വാതിൽ തുറക്കാനുള്ള അടവ് നയമായിരുന്നു ഇത്. ചേലക്കരയിൽ സുധീർ 10,000 വോട്ടെങ്കിലും പിടിക്കുകയും രമ്യ ഹരിദാസ് 10,000 വോട്ടിന് തോൽക്കുകയും ചെയ്താൽ അൻവർ താരമാവുകയും UDF പ്രവേശനം ഉറപ്പാവുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ സുധീറിന് 4,000 വോട്ട് പോലും ലഭിക്കാതിരിക്കുകയും രമ്യ ഹരിദാസ് 12,021 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് തിരിച്ചടിയായത്. ഇനി PV അൻവറിൻ്റെ വാക്കുകൾക്ക് മാധ്യമങ്ങൾ വലിയ വില നൽകാനിടയില്ല. UDFനാകട്ടെ അൻവറിൻ്റെ ആവശ്യമില്ലെന്ന VD സതീശൻ്റെ നിലപാടിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. അൻവർ UDFിൽ വേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗും PK കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. 2019-ൽ പൊന്നാനിയിൽ PV അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ചിട്ടും ET മുഹമ്മദ് ബഷീർ 2 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് വിജയിച്ചത്. മലബാറിൽ ലീഗിന് ജയിക്കാൻ അൻവറിൻ്റെ സഹായം ആവശ്യമില്ലെന്നാണ് ലീഗ് നിലപാട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ കേരള ഘടകമെന്ന പ്രതീക്ഷയോടെ തുടങ്ങിയ DMKയുമായി ഒരു ബന്ധവുമില്ലെന്ന് DMK നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ രാഷ്ട്രീയ പാർട്ടിയല്ല, സാമൂഹിക സംഘടനയാണെന്ന വാദമാണ് അൻവർ ഉയർത്തിയത്. DMKയുടെ കൊടിയും ചുവപ്പും കറുപ്പും ഷോളുമാണ് ഉപയോഗിച്ചത്. DMKയെ കേരളത്തിൽ UDF ഘടകകക്ഷിയാക്കാനുള്ള PV അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കം കൂടിയാണ് ചേലക്കരയിൽ 4,000 വോട്ട് പോലും നേടാനാകാത്ത നാണം കെട്ട പരാജയത്തിലൂടെ പൊലിഞ്ഞത്. ചേലക്കരയിൽ അൻവർ പിടിക്കുക CPM വോട്ടാകുമെന്നായിരുന്നു UDF പ്രതീക്ഷ. എന്നാൽ ചേലക്കരയിൽ CPM 12,021 വോട്ടിന് വിജയിച്ചതോടെ പാർട്ടി വോട്ടുകൾ പിടിക്കാൻ അൻവറിന് കഴിയില്ലെന്ന യാഥാർത്ഥ്യം UDF നേതൃത്വവും മനസ്സിലാക്കുകയാണ്. ഇത് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.